സോ ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ പറഞ്ഞ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഓൾറെഡി ഇതിൽ പല ആൾക്കാർ ഓൾറെഡി നിങ്ങളത് കണ്ടിട്ടുണ്ടാകും, ചെയ്തിട്ടും ഉണ്ടാവും സ്റ്റിൽ. പക്ഷേ എന്നിട്ടും ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു, പലരും നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ ഫോണിലൂടെ പറയുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും അതിനുള്ള സമയം കിട്ടില്ല. ഒത്തിരി പേരെ നമ്മൾ ഇതിനു വേണ്ടി അസൈൻ ചെയ്തുവെങ്കിലും പ്രാക്ടിക്കലി നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ നറേഷൻ സൈഡിൽ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കുക. പേരൻസ് ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി ഞാൻ അല്പം സാവധാനത്തിലും വളരെ ക്ലാരിറ്റി തരുന്ന രീതിയിലും ഞാൻ പറയാൻ ശ്രമിക്കും. അപ്പോൾ അതൊരു ഓൾറെഡി അത് കണ്ടിട്ടുള്ളവർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഇത് 21-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അല്ലേ ബൈ ഡിഫോൾട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവനും ചെയ്യാനൊക്കെ അറിയാവുന്ന എനിക്കും അറിയാം. പക്ഷേ കുറച്ച് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ദാറ്റ്സ് വൈ. ഓക്കെ, സോ ലെറ്റ്സ് പ്രൊസീഡ്. ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ് ഈ വീഡിയോ, നിങ്ങൾ നോക്കിക്കോളൂ. യെസ്, CE കേരള സെർച്ച് ചെയ്യുന്നു, വെബ്സൈറ്റിനുള്ളിലേക്ക് പോകുന്നു. അവിടെ നോക്കൂ, അപ്ഡേറ്റ്സിനകത്ത് എന്താ കണ്ടത്, വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അവിടെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ അവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞ് വെട്ടി തിളങ്ങുന്നുണ്ടല്ലോ, അതിലേക്ക് പോകുന്നു. പുതിയ വിൻഡോയിലേക്ക് പോകുന്നു. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യണം, പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ആക്സസ് കോഡ് OTP അത് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ഇവിടെ ഒരു OTP ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വന്ന OTP എൻ്റർ ചെയ്യുക. ഓക്കെ, വൺസ് ദാറ്റ്സ് ഡൺ സബ്മിറ്റ് ചെയ്യുക. വീണ്ടും മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും OTP ഒക്കെ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നേരെ കയ്യിലിരിക്കുന്ന പൈസ ഇങ്ങോട്ട് തരിക എന്നാണ് CE നമ്മളോട് ആവശ്യപ്പെടുന്നത്. 2000 രൂപ. ഓക്കെ, ജനറൽ കാറ്റഗറി 2000, അതല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ 500 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രൊസീഡ് ടു പേയ്മെൻറ്റ്സ്, അങ്ങോട്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അവർ പറയുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ചെല്ലാൻ നിങ്ങൾ ഇവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ട് ആ ചെല്ലാനും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് അവിടെ പൈസ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻ്റെ നമ്പർ ഇവിടെ കൊണ്ട് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പൈസ അടച്ചതായിട്ട് രേഖപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങളില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഓൺലൈൻ പേയ്മെൻറ്റിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ നോക്കൂ, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. അതിനുശേഷം 2000 രൂപ പേയ്മെൻറ്റിലേക്ക് പോകുന്നു. ഒരു 20 രൂപ മറ്റോ GST ആയിട്ട് വരും. എല്ലാം കൂടെ ചേർത്ത് 2020 ആ പേയ്മെൻറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ 2 പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. യെസ്, അപ്പോൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. 2020 രൂപ അടച്ചു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊന്നും റിഫ്രഷ് ഒന്നും ചെയ്ത് കളയരുത്. ഓക്കെ, സ്മൂത്തായിട്ട് പോകണം. നല്ല ഇൻ്റർനെറ്റ്, നല്ല സ്റ്റേബിൾ സിഗ്നൽ ഉള്ളിടത്ത് ഇരുന്ന് ചെയ്യുക ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒരു 4-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എവിടെ കിട്ടി, നമ്മൾ കൊടുത്തതിൻ്റെ ഒക്കെ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും നന്നായിട്ടുണ്ടോ എന്നൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് തരാനായിട്ട് CE ശ്രമിക്കുന്നുണ്ട്. അത് 4-ാം തീയതി നമുക്കൊരു ടെസ്റ്റ് ഡോസ് കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊക്കെ വരുന്നുണ്ടോ, മാറ്റങ്ങൾ വല്ലതും ചെയ്യണമെന്നൊക്കെ ഒരു തീരുമാനത്തിലേക്കും ഒരു തിരിച്ചറിവിലേക്കും നമ്മൾ എത്തും. അതിനുശേഷം 8-ാം തീയതി എത്തുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കെ, ആസ് ഓഫ് നൗ അങ്ങനെയാണ് ടൈമിംഗ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നോട്ടിഫൈ ചെയ്യപ്പെടും. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. വൺസ് നിങ്ങൾ ക്യാഷ് അടച്ചാൽ, പേയ്മെൻറ്റ് ചെയ്താൽ എങ്ങോട്ടാണ് വരുന്നത്, നേരെ അലോട്ട്മെൻറ്റിൻ്റെ ഈ പറഞ്ഞ വിൻഡോയിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, നോക്കൂ, നിങ്ങൾ കണ്ടല്ലോ, പേയ്മെൻറ്റ് എൻ്റർ ചെയ്തു. ഇവിടെ പേയ്മെൻറ്റ് എൻ്റർ ചെയ്തതിനിടയ്ക്ക് ഒന്ന് റിഫ്രഷോ വേറെ ബട്ടണോ ഒന്നും ഞെക്കരുത്. ഓക്കെ, സ്മൂത്ത് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കട്ടെ. വൺസ് ട്രാൻസാക്ഷൻ ഇസ് ഡൺ, പേയ്മെൻ്റ് എല്ലാം നടന്ന ശേഷം എങ്ങോട്ട് വന്നു, ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ സ്ക്രീന് 2 ഭാഗമുണ്ട്. സ്ക്രീനിന് 2 പാർട്ടുണ്ട്, പാർട്ട് 1, പാർട്ട് 2. ഓക്കെ, ഇവിടെ വലതുവശത്ത് മാക്സിമൈസ് ദ ലെഫ്റ്റ് ഹാഫ്, മാക്സിമൈസ് ദ റൈറ്റ് ഹാഫ്, വ്യൂ ബോത്ത് ഹാഫ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാമോ, വലതുവശത്ത് മേളിൽ 3 ടാബ്, മാക്സിമൈസ് ദ ലെഫ്റ്റ് ഹാഫ്, മാക്സിമൈസ് ദ റൈറ്റ് ഹാഫ്, വ്യൂ ബോത്ത് ഹാഫ്സ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ വലതുവശത്ത് മേളിൽ നിങ്ങൾ കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗം കൂടുതൽ നന്നായിട്ട് കാണണമെങ്കിൽ ലെഫ്റ്റ് ഹാഫ്. അപ്പോൾ ലെഫ്റ്റിൽ കിടക്കുന്ന എന്താണെന്നറിയോ, ഇടതുവശത്ത് നിങ്ങൾ കാണുന്നത് ഈ കീം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ലിസ്റ്റ് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ 130 കോളേജുകൾ ഇതിനകത്തുള്ളപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജുകൾ പെട്ടെന്ന് അത് മൊത്തം സ്ക്രോൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയില്ല. നിങ്ങളുടെ കോളേജിൻ്റെ ഒരു നേച്ചർ എന്താണ്, യൂഷ്വലി ആദ്യം എല്ലാവരും എന്താണ് CET അല്ലേ, CET ആദ്യം ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ വളരെ റീസെൻ്റായിട്ട് ഇപ്പം ഡൗട്ട് ക്ലിയറൻസിനകത്ത് വന്ന ലാസ്റ്റ് ഞാൻ സംസാരിച്ച ഒരു 4-5 സ്റ്റുഡൻസ് ചെയ്തൊരു കാര്യം,
സാറേ എനിക്ക് എന്തായാലും സീറ്റ് കിട്ടില്ല, സീറ്റ് ഈസി എനിക്ക് കിട്ടില്ല, എനിക്ക് ഈസി തന്നെ വേണം, എനിക്ക് എന്തായാലും കിട്ടില്ല, അല്ല കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം, അത് കിട്ടില്ല, അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡിയേഴ്സ് പ്ലീസ്, നിങ്ങളുടെ പ്രാക്ടിക്കൽ ബ്രെയിൻ, നിങ്ങളുടെ എന്താണ് പ്രായോഗികമായിട്ടുള്ള ചിന്തയെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അംബീഷ്യസ് ഓപ്ഷൻസ്, ഡ്രീംസ് മേളിലെടുത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഇരട്ടി ഹാപ്പിയിൽ, അങ്ങനെ ഒരു അത്ഭുതം നടന്നാൽ നിങ്ങളൊരു ഇരട്ടി സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന പോലത്തെ ഓപ്ഷൻസ് മേളിൽ ഉണ്ടാവട്ടെ. മനസ്സിലായോ? കാരണം ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം നിങ്ങൾക്ക് വളരെ താഴെ റാങ്ക് ഉള്ളവർക്കും കുറുക്ക് വഴിയിലൂടെ മേളിലെത്താനായിട്ടുള്ള, അല്ലെങ്കിൽ കുറുക്ക് വഴി എന്നല്ല, ആക്ച്വലി എന്താണ് നിയമത്തിൻ്റെ തന്നെ പിൻബലത്തിൽ മേളിലെത്താനുള്ള പല അവന്യൂസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയേ, അപ്പോൾ ഞാൻ കുറച്ച് ഓപ്ഷൻസ് വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഇടതുവശത്താണ് എന്ത് കംപ്ലീറ്റ് ലിസ്റ്റ്. ആ ഇടതുവശത്തെ ലിസ്റ്റ് സിയുടെ കയ്യിലിരിക്കുന്നതാണ്, അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഓണറിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് ഇരിക്കുന്നുണ്ട ആ CET-യിലെ കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങടെ, ഓക്കെ, അത് ഞാൻ ആദ്യം വെക്കുന്നു. അപ്പോൾ അതിങ്ങനെ ചോദിച്ച് വാങ്ങിക്കുക നമ്മൾ. അപ്പോൾ ഇടതുവശത്തു നിന്ന് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക, അതായത് സെലക്ട് ചെയ്യുക. വലതുവശത്ത് കൊണ്ട് ഇടുക. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി അത് വലതുവശത്ത് ഒന്ന് വീഴും. വലതുവശത്ത് നിങ്ങളുടെ ബക്കറ്റാണ്, നിങ്ങളുടെ ബക്കറ്റ് റൈറ്റ് സൈഡില്ല. നിങ്ങളുടെ ബക്കറ്റിലേക്ക് ഓർഡറിൽ കൊണ്ടുവന്ന് ഇടതുവശത്തുനിന്ന് കോളേജസിനെ കൊണ്ടുവന്ന് ഇടുക. അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യുകയാണ്, ഇത് നോക്കിക്കോളൂ. എല്ലാ കോളേജസും ഉണ്ട്. അപ്പോൾ എനിക്ക് സ്ക്രീൻ ചെയ്യണം. ഫസ്റ്റ് എനിക്ക് ഗവൺമെൻറ് മാത്രം മതിയെങ്കിൽ ഞാൻ ഗവൺമെൻറ് മാത്രം, അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സ് മതിയെങ്കിൽ അത് മാത്രം. എല്ലാ കോഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി കമ്പ്യൂട്ടർ സയൻസോ സിവിലോ മെക്കോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സ് മാത്രം എടുക്കണം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കോളേജുകൾ മാത്രം ലിസ്റ്റ് ആവും, ആ കോഴ്സ് മാത്രം ലിസ്റ്റ് ആവും. ഓക്കെ, ഇനി വലതുവശത്ത് നോക്കി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഫീസ് തന്നെ നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് കോളേജുകളിലെ 2 ടൈപ്പ് ഫീസ്, 2 അല്ല 4 ടൈപ്പ് ഫീസ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ അവിടുത്തെ യഥാർത്ഥ ഫീസിൻ്റെ 50% മാത്രം അടച്ച് പഠിക്കുന്ന പരിപാടി അല്ലേ. അപ്പോൾ മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് കിട്ടുമെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ എല്ലാ അടിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസ് സീറ്റ് 100% മുഴുവൻ ഫീസും അടച്ചുള്ള സീറ്റുകളും താഴത്തെ ഓപ്ഷനായിട്ട് വെക്കാം, അതേ കോളേജിൽ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ രാജഗിരി കോളേജിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് മെറിറ്റ് സീറ്റിലും അപ്ലൈ ചെയ്യാം. അതിൻ്റെ താഴെ കോമൺ സെൻസ് മെറിറ്റ് സീറ്റ് ആദ്യം വെക്കുക എന്നുള്ളതാണ്. അത് കിട്ടട്ടെ, കാരണം നമുക്ക് പകുതി ഫീസ് പഠിക്കാമല്ലോ. അതിൻ്റെ അടിയിൽ അതേ കോളേജ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതേ കോളേജിലെ സെൽഫ് ഫിനാൻസ് സീറ്റിലും കൊണ്ടേ വെക്കുക. ഓക്കെ, അപ്പോൾ അതും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. നോക്കൂ കണ്ടോ, മെറിറ്റ് ഫുൾ ഫീസ്. ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒന്നും തെളിയാത്തത്. ഫുൾ ഫീസ് ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു മൈനോറിറ്റി സീറ്റില്ല, ഗവൺമെൻറ്റിൽ NRI സീറ്റില്ല. പക്ഷേ നിങ്ങൾ പ്രൈവറ്റിലേക്കും കോസ്റ്റ് ഷെയറിങ്ങിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വെറുതെ നോക്കാം, സമയമുണ്ട്, നിങ്ങൾക്ക് ഇരുന്ന് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വലതുവശത്താണ് നമ്മുടെ ബക്കറ്റ് ഇരിക്കുന്നത്. ഇതുവരെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതാണ് കറൻ്റ്ലി സെലക്ടഡ് 0 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ബക്കറ്റിലേക്ക് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ എല്ലാം ഒന്ന് ഈ വിൻഡോ ഒക്കെ ഒന്ന് പഠിക്കുകയാണ് ചെയ്തത്. ഓക്കെ, നോക്കൂ, കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെൻറ് എയ്ഡഡ്, അവിടെ ലോ ഫീസിൽ ഓപ്ഷൻ നമ്പർ, ഇപ്പം ഞാൻ ഓപ്ഷൻ നമ്പർ അസൈൻ ചെയ്തിരിക്കുന്നു. ഒരു കോളേജ് ആഡ് ചെയ്തു. നോക്കിയാൽ CET കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ആഡ് ചെയ്തു. അടുത്തത് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ആഡ് ചെയ്തു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടോ കോഴ്സ് ഫീ വരുന്നത് കണ്ടോ, ആ കോളേജിലെ കോഴ്സ് ഫീ അതിൻ്റെ കൂടെ അപ്പോൾ വലതുവശത്ത് എൻ്റെ ബക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. എത്ര വരെ ആഡ് ചെയ്യാം? 100-120 കോളേജ് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, 120 കോളേജ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്ക് അത്രയെങ്കിലും ആഡ് ചെയ്യാം. കാര്യം ഇവിടെ ഉള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വലതുവശത്ത് നോക്കൂ. അപ്പോൾ CET തന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് ആഡ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല എനിക്ക് ഏത് കോഴ്സ് വേണം, ഏത് കോളേജ്, ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് കണ്ണും പൊട്ടി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാവുന്നൊരു സാധനമുണ്ട്. അത് സ്ട്രാറ്റജിക്കലി ശരിയാവുകയും ചെയ്യുന്നൊരു സാധനമുണ്ട്. എന്താണ്? കട്ട് ഓഫ് റാങ്ക്. കട്ട് ഓഫ് റാങ്ക് നോക്കിയിട്ട് ആ കട്ട് ഓഫ് റാങ്കിൽ ഏറ്റവും മിനിമം വരുന്നത് ആദ്യവും ഏറ്റവും പിന്നീട് ആ എന്താണ് അസെൻഡിങ് ഓർഡറിൽ താഴേക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്തവരും സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞു. പറഞ്ഞാൽ മനസ്സിലായി? നിങ്ങൾ ബ്ലൈൻഡ്ലി ആ അസെൻഡിങ് ഓർഡർ മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് കോളേജുകൾ ആഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ എത്ര മൊത്തം 6 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നടക്കുന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ആഡ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇടതുവശത്ത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോട്ട എന്ന് പറഞ്ഞ് 3 ടാബ് ഉണ്ട്. നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. കോഴ്സ് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലുള്ളതാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റാണ് വേണ്ടെങ്കിൽ ഗവൺമെൻറ്, അതല്ല പ്രൈവറ്റാണ് വേണ്ടെങ്കിൽ പ്രൈവറ്റ്, അതല്ല ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് കൺട്രോൾഡ് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ, അതെന്താണ്? ഗവൺമെൻറ് കൺട്രോൾഡ് ആണ്, ഡയറക്റ്റ് ഗവൺമെൻറ് എയ്ഡഡ് അല്ലല്ലോ, ഗവൺമെൻറ് കൺട്രോൾഡ് ആണ്. ഇനി TKM വേണം, അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് തന്നെ എടുക്കുക. ഗവൺമെൻറ് ഓർ എയ്ഡറാണ് ആക്ച്വലി TKM അല്ലേ. അപ്പോൾ അങ്ങനെ നടുക്കത്തെ ടാബ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്.
നിങ്ങൾക്ക് ഈ 120 എണ്ണത്തിലും കൂടെ സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ കോളേജ് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് ആദ്യം നോക്കുന്നതെങ്കിൽ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് മാത്രം നോക്കുന്നെങ്കിൽ ഗവൺമെൻറ് ഇടുക. സെൽഫ് ഫിനാൻസിങ് മാത്രം നോക്കുന്നെങ്കിൽ അത് എടുക്കുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഇറ്റ് മസ്റ്റ് മേക്ക് സം സെൻസ്. ഇറ്റ് മസ്റ്റ് മേക്ക് സം സെൻസ്. ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒട്ടും വേണ്ടാത്ത കോഴ്സ്, ഒട്ടും വേണ്ടാത്ത കോളേജ്, നിങ്ങളുടെ റാങ്കിന് എന്തായാലും കിട്ടും, പക്ഷേ ഭയങ്കര താഴെ കിടക്കുന്ന കോളേജ് കൊണ്ടുപോയി ഫസ്റ്റ് റാങ്കിൽ കൊണ്ടുപോയി വെക്കുന്ന അസംബന്ധമാണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അപ്പോൾ കറക്റ്റ് ഓർഡർ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കലി ചിന്തിക്കാൻ പറ്റുന്നില്ല, കോഴ്സ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, കോളേജ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലൈൻഡ്ലി എന്ത് ചെയ്യാം? കട്ട് ഓഫ് റാങ്ക് നോക്കിയിട്ട് അതിനകത്ത് വരുന്ന അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് കഴിഞ്ഞ തവണ എവിടെ പോയി നോക്കുക. നമ്മൾ നോക്കിയാൽ ഒബ്വിയസ്ലി CET കമ്പ്യൂട്ടർ സയൻസാണ്. അപ്പോൾ അത് ആദ്യം വെച്ചു റാങ്ക് 1, അത് കഴിഞ്ഞ് നോക്കുക. അങ്ങനെ ഓർഡറിൽ എൻ്റർ ചെയ്താലും അതിനകത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ആ കട്ട് ഓഫ് മാത്രം നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ എന്താണ് അതിനകത്തൊരു സ്ട്രാറ്റജി ഇവോൾവ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പം അങ്ങനെയും ചെയ്യാം. അത് എന്തായാലും ഒരുപാട് പേര് ഒത്തിരി റിസർച്ച് നടത്തി, ഒരുപാട് ആലോചനകൾ നടത്തി, ഒരുപാട് കരിയർ ഗുരുക്കന്മാരുടെയും കൺസൾട്ടൻസിൻ്റെയും ഒക്കെ എടുത്തു പോയിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ഫില്ല് ചെയ്യുക അല്ലേ? ഒരുപാട് പേര് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും ആ റാങ്കിങ്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് റാങ്കിങ്, ഇറ്റ് ഷോസ് സംതിങ്, ഇറ്റ് റെപ്രസെൻറ്റ് സംതിങ് അല്ലേ? എന്തായാലും ടോപ്പ് റാങ്കേഴ്സ് മോശം കോളേജിൽ പോകത്തില്ല, സാമാന്യ ബോധമുള്ളവർ പോകത്തില്ല. അപ്പം ലാസ്റ്റ് ഇയേഴ്സ് റാങ്കിങ് എന്ന് പറയുന്നത് ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ അല്ലേ? ഈസ് എ വെരി ഗുഡ് ഇൻഡിക്കേറ്റർ ദാറ്റ് ഹൗ ടു ഫയൽ ദിസ് അല്ലേ? അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ ഗുഡ് ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് നോക്കി ചെയ്യാം. അപൂർവം ചില കേസുകളിലാണ് നിങ്ങൾ താഴെയുള്ള, അത് വലിയ വ്യത്യാസമില്ലാത്ത 2 കോളേജ് തന്നിരിക്കും. അതിൽ ഒരെണ്ണം നമുക്ക് കുറച്ചുകൂടെ അടുത്താണ്. ഓക്കെ, അവിടെ നമുക്ക് കുറച്ചുകൂടെ പരിചയം ഉണ്ടാകും കോളേജിനെ പറ്റി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓർഡർ മാറ്റാമെന്നല്ലാതെ അങ്ങനെ കൊടുക്കാം. അതല്ല, എനിക്ക് ഒരിക്കലും പോകാൻ ഇഷ്ടമില്ലാത്ത ചില കോഴ്സാണ്. ഫോർ ഇൻസ്റ്റൻസ്, ചിലർക്ക് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കണ്ട, എനിക്ക് കുറച്ചുകൂടെ റിയൽ വേൾഡ് പ്രോബ്ലംസ് ഡീൽ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം മെക്ക് സിവിലിനോടാണ് എനിക്ക് എൻ്റെ ഓറിയൻറ്റേഷൻ. അപ്പോൾ മെക്ക് സിവിൽ കൊടുത്താൽ മതി. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു സാധനമേ വെക്കണ്ട. ഓക്കെ, അല്ലാത്ത പക്ഷം അങ്ങനെ തന്നെ ഈ പറഞ്ഞ രീതിക്ക് ചെയ്യുക. ഏതൊക്കെ കോഴ്സ് വേണമെങ്കിൽ. അപ്പം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറേ ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ കുറേ എണ്ണം നമ്മുടെ ബക്കറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രയോറിറ്റിയിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ അത് ഒരു പർട്ടിക്കുലർ, ഞാൻ ആഡ് ചെയ്ത ഓർഡറിലായിരിക്കും അത് ഡയറക്റ്റ്ലി വരിക. ഓക്കെ, ആഡ് ചെയ്ത ഓർഡറിലാണ് റൈറ്റ് സൈഡ് കിടക്കുന്നത്. നോക്കിയാൽ 2, 3, 4, 5, 6. ഞാൻ രണ്ടാമത് ആഡ് ചെയ്ത കോളേജായിരുന്നു തൃശ്ശൂരിലെ കമ്പ്യൂട്ടർ സയൻസ്. മൂന്നാമത് ആഡ് ചെയ്തതാണ് കൊല്ലത്തെ TKM കമ്പ്യൂട്ടർ സയൻസ്. നാലാമത് ആഡ് ചെയ്തതാണ് CET ഇലക്ട്രോണിക്സ്. ഇപ്പം ഞാൻ ആഡ് ചെയ്ത ഓർഡറിലാണത് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ആഡ് ചെയ്ത ഓർഡറിലാണ് അത് കിടക്കുന്നത്. അതിനിപ്പോൾ ആ ഓർഡർ മാറ്റണമെങ്കിലോ, കാരണം ഞാൻ ആഡ് ചെയ്ത ഓർഡറിൽ ഞാൻ ഇടയ്ക്ക് ചിലതൊക്കെ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ തന്നെ ആഡ് ചെയ്ത് അതിനെ പൊക്കിയെടുത്ത് മേളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങളുടെ ബക്കറ്റ് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ആ ബക്കറ്റിൽ ഏത് ഓർഡർ വെക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇടത് വശത്തു നിന്ന് ഓരോന്നെടുത്ത്, ഇപ്പോൾ നിങ്ങളൊരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചെടുത്ത് വെക്കുന്നത് പോലെയാണ്. അവിടുത്തെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ വീണ ഓർഡറിലാണ് എക്സാക്ട്ലി വലതുവശത്ത് നിങ്ങളുടെ ബക്കറ്റ് ഇരിക്കുന്നത്. പക്ഷേ ആ ഓർഡർ മാറ്റാൻ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നോക്കിയേ, ഡയറക്ട്ലി അവിടെ മൂവ് ടു എന്ന് പറയുന്നൊരു ടാബ് കാണുന്നുണ്ടോ? അപ്പോൾ കറക്റ്റ് എത്രാമത്തേലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ അവിടെ ഞെക്കിയിട്ട് കറക്റ്റ് അത് എൻ്റർ ചെയ്യാം. ഓക്കെ, കറക്റ്റ് അത് എൻ്റർ ചെയ്യാം. അല്ല എങ്കിൽ തൊട്ട് മേളിലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യാനായിട്ടാണ് അപ്പാരോ ഡൗണാരോ കണ്ടോ? 3-4 ബട്ടൺ അവിടെ ഉണ്ട്. അപ്പാരോ ഡൗണാരോ, മൂവ് ടു, ഡിലീറ്റ്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, മൂവ് ടു എ പർട്ടിക്കുലർ പൊസിഷൻ ചെയ്യാം, ഇല്ല തൊട്ട് മേളിലോട്ട് കയറ്റാം, അവിടുന്ന് അതിൻ്റെ തൊട്ട് മുകളിലോട്ട് കയറ്റാം, അല്ലെ തൊട്ട് താഴേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ ദീസ് ഓപ്ഷൻസ് ആർ പോസിബിൾ. വലതുവശത്ത് ഓർഡർ എങ്ങനെയും വെക്കാം. അപ്പോൾ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനം എടുത്ത് ബക്കറ്റിലിട്ടു. ആ ബക്കറ്റിലെ ഓർഡർ നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് വേണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും, എടുത്ത് തിരിച്ച് ബക്കറ്റിൽ കൊണ്ട് തിരിച്ച് സൂപ്പർ മാർക്കറ്റിൽ തിരിച്ചെടുത്ത് വെക്കും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, അറിയാതെ കൈതട്ടി വന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തു, അത് തിരിച്ചെടുത്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിനകത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. ആകപ്പാട് ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ആ മേളിൽ റെഡ് കളർ കണ്ടോ, സേവ് ബട്ടൺ, അത് ചെയ്യാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഇതൊന്നും സേവ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതാണ്ട് ചില ഡൗട്ട്സ് വരുന്നത്, ഇതിനകത്ത് ഫീസ് അടച്ചിട്ട് ഓപ്ഷൻസ് കാണുന്നില്ല, സേവ് ബട്ടൺ കാണുന്നില്ല എന്നൊക്കെയുള്ള ഡൗട്ടുകളുണ്ട്. നിങ്ങൾ ബ്രൗസർ മാറി നോക്കുക, വേറൊരു സിസ്റ്റത്തിൽ കയറി നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലോ ഫയർഫോക്സിലോ അല്ലെങ്കിൽ എഡ്ജിലോ ഇങ്ങനെ പല ക്രോമിലോ ഒക്കെ പല ഇതിൽ കയറി നോക്കുക നിങ്ങൾ. ഓക്കെ, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നിങ്ങൾ കയറി നോക്കുക, ക്ലിക്ക് ശരിയാവുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് ട്രാഫിക് എത്തുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമായിരിക്കാം. മിനിമം എത്ര ഓപ്ഷൻസ് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. മിനിമം എത്ര വേണേലും ആവാം.
ഓക്കെ, മാക്സിമം 120 അറൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഏറ്റവും മിനിമം ഒരെണ്ണമെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിനകത്ത് ഓപ്ഷനിൽ നിങ്ങൾ നിൽക്കുന്നില്ല, ഒരെണ്ണം കൊടുത്തേ പറ്റൂ അല്ലേ. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 120 വരെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇടതുവശത്തു നിന്ന് എടുത്ത് വലതുവശത്ത് ഇടുക, അതിൻ്റെ ഓർഡർ കറക്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, ഇറങ്ങുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് കാണുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ ഓഡിബിൾ ആണെന്ന് പറയുന്നു. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരുന്നില്ല അല്ലേ. നിങ്ങൾക്ക് നമ്മളീ പറഞ്ഞ റേഞ്ചിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഇത്രയും നിറക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് എന്താണ് റൈറ്റ് സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം ആഡ് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക്, എന്നിട്ട് അതിനെ എന്താണ് ഓർഡർ ചെയ്ത് വെക്കുക, സേവ് ചെയ്യുക. പല എക്സ്പ്ലോറിൽ നിന്ന് ട്രൈ ചെയ്യുക. ഇൻ കേസ് അത് നടക്കുന്നില്ല എങ്കിൽ പേയ്മെൻറ്റിൻ്റെ പ്രശ്നം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ് നോക്കുക. ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറവാണെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ്ങിലേക്ക് പോയി നോക്കുക. ഇനി നെറ്റ് ബാങ്കിങ്ങിൻ്റെ സെറ്റിങ്സ് ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് മാറ്റുകയൊക്കെ ചെയ്യാം. മാറ്റിയിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഒരിടത്ത് നടക്കുന്നില്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോട് ആരുടെയും നടക്കുന്ന ലൊക്കേഷൻ എവിടെയോ അവിടെ പോയി നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല എങ്കിൽ നാളെ നോക്കാം. എന്നിട്ട് നടക്കുന്നില്ല എങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ടെക്നിക്കലി ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്തു തരാം. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പ്രിന്റ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? സേവിൻ്റെ തൊട്ട് വലത്തെ സൈഡിലെ ബട്ടൺ കണ്ടോ? സേവിനും ലോഗൗട്ടിനും ഇടയിൽ ഒരു പ്രിന്റ് ഓപ്ഷൻ എന്നൊരു സാധനം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പം പ്രിന്റ് ഓപ്ഷൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പ്രിന്റ് ഓപ്ഷൻ ചെയ്ത് വെക്കാം. ഞാൻ മുന്നോട്ട് ആ വീഡിയോ ബാക്കിയും കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. മൂവ് ടു ഓപ്ഷന് മേളിലോട്ട് കയറ്റുന്ന താഴേക്ക് ഇറക്കുന്നതൊക്കെ ഉള്ള സംഗതികൾ ഇപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് മൂവ് ടു പൊസിഷൻ 6, ഞാൻ 6 എന്ന് കൊടുത്തു. ഇപ്പോൾ താഴെ നിന്ന് മാറി. ഇനി വേറൊരു ഓപ്ഷൻ വലതുവശത്ത് നിങ്ങൾ നോക്കി. ഇടതുവശത്ത് നിങ്ങൾ ഫിൽറ്റർ ഇട്ടില്ലേ? എനിക്ക് അതിനകത്ത് ഗവൺമെൻറ് മാത്രം കാണണം. അപ്പോൾ ഇടതുവശത്തെ ഫിൽറ്റർ ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്. അതുപോലെ തന്നെ വലതുവശത്ത് നമ്മുടെ ബക്കറ്റിനകത്ത് കിടക്കുന്നതിനകത്ത് ഗവൺമെൻറ് മാത്രം കാണണമെങ്കിൽ അത് കാണാനാണ് വലതുവശത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്നൊരു ടാബ് മേളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഗവൺമെൻറ് മെറിറ്റിൽ കൊടുത്തിരിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയെന്ന് അറിയാൻ വലതുവശത്ത് കോട്ട എന്നൊരു ടാബ് വലതുവശത്തും ഉണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ 3 ഫിൽറ്റർ വീതം ഇടതുവശത്തും വലതുവശത്തും ഉണ്ട്. ഇടതുവശത്ത് ഇരിക്കുന്നത് സിയുടെ മാർജിൻ ഫ്രീ മാർക്കറ്റാണ്. സി ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സസും എല്ലാ കോളേജും ഇടതുവശത്തുണ്ട്. വലതുവശത്ത് നമ്മുടെ ബക്കറ്റാണ്, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആഡ് ചെയ്തതെല്ലാം പലവട്ടം ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ കാണിച്ചു, മോഡിഫൈ ചെയ്ത് മേളിലോട്ട് താഴോട്ടൊക്കെ എടുത്ത് കാണിച്ചു കണ്ടോ. ഇനി ലെഫ്റ്റ് ഹാഫിനെ ഞാൻ മാക്സിമൈസ് ചെയ്ത് കാണിക്കാം. അപ്പം സിയുടെ കോഴ്സസിൻ്റെ ആ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് മാത്രമേ നമ്മളിപ്പോൾ കാണുന്നത്, എല്ലാ കോഴ്സസും എല്ലാ കോളേജ്. ഇനി റൈറ്റ് ഹാഫ് മാക്സിമൈസ് ചെയ്ത് എൻ്റെ ബക്കറ്റ് മാത്രമായിട്ട് കാണണേ അങ്ങനെയും കാണാം. വ്യൂ ബോത്ത് ഹാഫ്സ് കൊടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് കാണാം. ഇതൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സേവ് ചെയ്തു, 6 ഓപ്ഷൻസ് സേവ് ചെയ്തു സക്സസ്ഫുള്ളി. കണ്ടല്ലോ, 6 ഓപ്ഷൻസ് ആർ സേവ്ഡ്. ഇഷ്ടമുള്ളത് ഡിലീറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ പ്രിൻ്റ് ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒന്നെങ്കിൽ അതിൻ്റെ PDF ആയിട്ട് സേവ് ചെയ്യാം. PDF ആയിട്ട് സേവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പിന്നീട് പോയി പ്രിൻറ്റും എടുക്കാം. അപ്പോൾ പ്രിൻ്റ് എടുത്ത് കൈ വെക്കുന്നതൊക്കെ നല്ലതാണ്. നിങ്ങൾ ഓൾറെഡി ഇതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം. നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ, മറ്റൊരാളുടെ വീട്ടിലോ കഫേയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അധികം സമയമില്ല എങ്കിൽ ഓൾറെഡി എഴുതി വെച്ചിട്ട് ഇടതുവശത്ത് ആ കോളേജുകൾ അന്വേഷിച്ച് വലതുവശത്ത് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ നോക്കുന്ന ഏതെങ്കിലും കോളേജ് അവിടെ കാണുന്നില്ല എങ്കിൽ മിക്കവാറും എന്ത് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫിൽറ്റർ ഇട്ടിരിക്കുന്നത് ശരിയായിരിക്കത്തില്ല. ഉദാഹരണം, നിങ്ങൾ ഗവൺമെൻറ് എയ്ഡറിനകത്ത് പോയിട്ട് ചെങ്ങന്നൂർ IHRD കോളേജ് തപ്പിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. ശരിയല്ലേ? നിങ്ങളുടെ ഫിൽറ്റർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ഞാൻ അവസാനമായിട്ട് ഓരോ ഓപ്ഷനോട് ആഡ് ചെയ്തിട്ടുണ്ടോ? നേരത്തെ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞായിരുന്നു, പക്ഷേ ഏതോ ഒന്ന് ഞാൻ മറന്നു. നോക്കിയേ, 6 ഓപ്ഷനായിരുന്നു ആദ്യം വെച്ചിരുന്നത് അല്ലേ? അതിനുശേഷം വീണ്ടും ഓപ്ഷൻസ് നമുക്ക് വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് നമുക്ക് എന്താണ്, നമ്മുടെ കൺട്രോൾ ഉള്ള സമയം വരെ നമുക്കത് ചെയ്യാം. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ആഡ് ചെയ്തു വൺസ് ഇതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ ശേഷം, അതായത് 8-ാം തീയതി ഫസ്റ്റ് ഫേസ് വന്നതിന് ശേഷം ഉണ്ടല്ലോ, പിന്നീട് ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് നിങ്ങൾ മൊത്തത്തിൽ 100 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. 100 ഓപ്ഷൻ കൊടുത്തെങ്കിൽ അതിന് 80ാമതാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ 100ൽ 80, നിങ്ങളുടെ ബക്കറ്റിൽ 100 എണ്ണം അടുക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അതിൽ 80ാമത്തെ കിട്ടിയിരിക്കുന്നു. നിങ്ങൾ പലതും ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഗവൺമെൻറ് മെറിറ്റ് സീറ്റ്, പിന്നീട് ഗവൺമെൻറ്റിലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡിനകത്ത് സെൽഫ് ഫിനാൻസിങ് സീറ്റ്,
അങ്ങനെയൊക്കെ നിങ്ങൾ പല കോമ്പിനേഷൻസ് എല്ലാം ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, അതുകൊണ്ട് പ്രിന്റ് ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയപ്പോൾ PDF വരുന്നുണ്ട്. അത് PDF ആയിട്ട് Ctrl+S ഞെക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ആ സ്ക്രീൻ ഒന്നുകൂടെ കാണിക്കണേ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പോയി കാണാം. ഇൻസ്ട്രക്ഷൻസ് നോക്കുക, സേവിൻ്റെ ഇടതുവശത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് കണ്ടോ, എങ്ങനെ ഫില്ല് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആ വിൻഡോയിൽ ഓപ്പൺ ആണ്. ഓക്കെ, എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, 100 എണ്ണം ഉണ്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ. നിങ്ങളുടെ ബക്കറ്റിൽ 100ൽ 80ാമത്തേലാണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതിൻ്റെ താഴത്തെ ഓപ്ഷൻസ് അങ്ങ് ഡിലീറ്റ് ആവുക ചെയ്യണം. നിങ്ങൾക്ക് പിന്നെ അതിന് മേളിലോട്ടുള്ളതേ നിങ്ങൾക്ക് പിന്നെ സാധ്യതയുള്ളൂ. കാരണം എന്താണ്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 89 ഒന്നാമത്തെയും രണ്ടാമത്തെയും 83ാമത്തെയും 84ാമത്തെയും അല്ലെങ്കിൽ 100ാമത് വരെയുള്ള താഴത്തെ കോഴ്സുകളെക്കാട്ടിലും എനിക്ക് പ്രിയം 80ാമത്തെയാണെന്ന് നിങ്ങളുടെ ഓർഡറിൽ നിന്ന് നിങ്ങൾ CE അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ CE നിൽക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. CEക്ക് പറ്റുന്നത് പോലെ CE കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം 80ാമത്തെ സാധനം നിങ്ങൾക്ക് കിട്ടിയത്. അതിൻ്റെ കാരണം 79 വരെ നിങ്ങൾ ചോദിച്ചിരുന്ന സംഗതികൾ നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ല. മറ്റു കുട്ടികൾ ചോദിച്ചിരിക്കുന്നു, നിങ്ങളെക്കാളും ബെറ്റർ റാങ്ക് ഉള്ളവർ ചോദിച്ചിരിക്കുന്നു, അവർക്ക് കൊടുത്തുപോയി. സോ 80ാമത്തെ നിങ്ങൾക്ക് തന്നു. 80 കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്ന സംഗതികൾ ഇനി നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാര്യം എന്താണ്, അത് നിങ്ങളെക്കാട്ടിലും മോശം റാങ്ക് ഉള്ളവർക്ക്, താഴെ റാങ്ക് ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ താഴത്തെ എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ആയിട്ട് ഇനി മേളിൽ, കാര്യം അവരത് ഫിക്സ് ചെയ്ത് എന്ത് ചെയ്യും, അവരതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് താഴത്തേക്കിലെ പറ്റി നിങ്ങൾ ഇനി ആലോചിക്കാൻ പറ്റില്ല. നിങ്ങൾ 100ൽ 80ൽ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ താഴത്തെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഗതി താഴെയും. ഓക്കെ, നിങ്ങൾ ഏകദേശം നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സാധനം താഴെയും, എന്നാൽ അതിനെക്കാട്ടിലും മോശം റാങ്കിലും കിട്ടുമായിരുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് മേളിലും വെച്ച് പോയി കഴിഞ്ഞാൽ മേളിലത്തതിൽ അങ്ങ് ക്ലിക്കായി പോവും, ഫിക്സ് ആയി പോവും. ഓക്കെ, അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സാധാരണഗതിക്ക് CEയുടെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് റാങ്ക് നോക്കുമ്പോൾ 2 കോളേജ് 2 കോഴ്സ്, ഓക്കെ, Aയും Bയും ഓപ്ഷൻസ് ആണ്. കട്ട് ഓഫ് നോക്കുമ്പോൾ A ഈസ് എ ബെറ്റർ കോളേജ് ദാൻ B, അതാണ് അവസ്ഥ എന്ന് വിചാരിക്കുക. A ബെറ്റർ ആണ്. A ബെറ്റർ ആണെങ്കിൽ നിങ്ങളുടെ റാങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിലും A മേളിലും B താഴെയും ആണെങ്കിലാണ് അത് കറക്റ്റ് രീതിയിൽ ഫില്ലായി വരിക. നേരെ മറിച്ച് നിങ്ങൾ B ആദ്യവും A താഴെയും വെച്ചു, A ആണ് ബെറ്റർ കോളേജ് അല്ലേ, അതിനേക്കാളും മോശം കോളേജാണ് B. അപ്പം നിങ്ങളെ മേളിൽ നിന്ന് CE നോക്കി വരിക, നിങ്ങൾ ആദ്യം പറഞ്ഞാൽ ആദ്യം തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം B നിങ്ങൾ മേളിൽ വെച്ചു, അപ്പോൾ B നിങ്ങൾക്ക് കിട്ടും, പിന്നെ Aയിലേക്ക് വരില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് എപ്പോഴും മേളിൽ, പ്രാക്ടിക്കൽ ഓപ്ഷൻസ് അതിൻ്റെ താഴെ. അപ്പോൾ ആ കോളേജിൻ്റെ റാങ്കിങ് കോഴ്സിൻ്റെ റാങ്കിങ് നോക്കി തന്നെ വെക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോ നോക്കുക. ഇത്രേ ഉള്ളൂ സംഗതി. അപ്പോൾ ഇതെല്ലാം ലോജിക് സെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ്, ഡ്രീം ഓപ്ഷൻസ് മേളിൽ വെക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഓപ്ഷൻസ് കിട്ടാതെ വരുമോ എന്നുള്ളൊരു പേടി ചിലർ പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി ലോജിക്കൽ അല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല കോളേജും കോഴ്സുകളും അതിൻ്റെ മേളിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ എൻ്റർ ചെയ്യുന്ന സാധനം കിട്ടാതിരിക്കത്തില്ല, ഒരിക്കലും അങ്ങനെ വരില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ചിലരെങ്കിലും ചിലപ്പോൾ ഫീസിനെ പറ്റി ആകുലപ്പെട്ടിരിക്കുന്നവർ കാണും. ഫീസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫീസിനെ പറ്റി ഞാൻ പറയാം. ഫീസ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ 8650 നിങ്ങൾ ഇപ്പോൾ ഒരു 2000 രൂപ അടച്ചില്ലേ. അപ്പം മുന്നോട്ട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഒരു കാര്യം എത്തും. നിങ്ങൾ ഫീസ് അടച്ചാലേ അടുത്തടുത്ത ഫേസുകളിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫീസ് അടച്ചില്ലേ അതിനർത്ഥം എന്താണ്, എനിക്ക് ഈ അലോട്ട്മെൻറ്റിൽ എനിക്ക് വേണ്ട, മുന്നോട്ട് ഞാൻ തുടരാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ കളി നിർത്തി പോവുകയാണെന്നാണ് നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിലത്തെ അർത്ഥം. അപ്പോൾ ഫീസ് അടയ്ക്കാൻ ടൈം തരുമ്പോൾ കൃത്യമായി പോയി ഫീസ് അടയ്ക്കുക. ഇതിൽ തുടരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായെങ്കിൽ. ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ കളി മതിയാക്കി എന്നാണ് അർത്ഥം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പോയി ഫീസ് അടയ്ക്കുക. ആ ഫീസ് അടയ്ക്കേണ്ടത് ഓൾറെഡി 2000 അടച്ചത് കൊണ്ട് 8650 രൂപ എന്ന് പറയുന്ന ഗവൺമെൻറ് കോളേജിലെ ഫീസ്, അതാണ് നിങ്ങൾക്ക് കിട്ടിയ സീറ്റെങ്കിൽ 2000 രൂപ കുറച്ച് 6650 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അത് അടച്ചാൽ നിങ്ങൾ കളിയിൽ തുടരും. സെക്കൻഡ് ഫേസിൽ വീണ്ടും മത്സരം നടക്കുന്നു. കുറേ പേര് ഫീസ് അടയ്ക്കാത്തവർ കാണും, അല്ലെങ്കിൽ കുറേ പേര് ഇപ്പം നല്ല മേളത്തെ കോളേജൊക്കെ കിട്ടിയത് കൊണ്ട് ഫീസ് അടയ്ക്കാതെ വരുമ്പോഴത്തേക്കും അവർ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അവരൊക്കെ ഔട്ടാവും. പിന്നെ ബാക്കിയുള്ളവർ തമ്മിലാണ് മത്സരം. ഓക്കെ, നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾ ഈ 2000 രൂപ ആദ്യം അടച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലും ഒന്നും ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, റീഇംബേഴ്സ് ആവും. നേരെ മറിച്ച് നിങ്ങൾക്കൊരു സീറ്റ് തന്നിട്ട് ഒരു സീറ്റ് തരികയും ചെയ്തു, നിങ്ങൾ അതിന് പോവുകയും ചെയ്തില്ല.
അങ്ങനെയെങ്കിൽ അത് തിരിച്ച് കിട്ടില്ല, ആ എമൗണ്ട് തിരിച്ച് കിട്ടില്ല. അൾട്ടിമേറ്റ്ലി ടേക്ക് അവേ പോയിന്റ് ഇതാണ്, ഗോതയിൽ മത്സരിക്കുന്നത് കോളേജുകൾ തമ്മിലല്ല, GC തൃശ്ശൂരും TKM തമ്മിലല്ല അവിടെ മത്സരം. നിങ്ങളാണ് അവിടെ ഇറങ്ങുന്നത്, നിങ്ങളാണ് ജോബ് മാർക്കറ്റിൽ നിങ്ങളൊരു ഐഡിയൽ കാൻഡിഡേറ്റ് ആണ്. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, മറ്റേ പവനായി പറഞ്ഞ പോലെ മലപ്പുറം കത്തിയും മറ്റേ ബോംബും ട്രാൻസിസ്റ്റർ ബോംബും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട് എല്ലാ സ്കില്ലും. കോഡിങ് സ്കില്ലുണ്ട്, അതാണ് നോക്ക്, എൻ്റെ കയ്യിൽ ഇതാണ്ട് മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉണ്ട്, അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ എഡെക്സിൽ കൂടി ഇത്രയും കോഴ്സ് ചെയ്തു, കോഴ്സർ ഇത്ര കോഴ്സ് ചെയ്തു, ഞാൻ ഈ പറഞ്ഞ പോലെ NPTEL കോഴ്സസ് ഒക്കെ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഓക്കെ, അപ്പോൾ എൻ്റെ മിടുക്ക് കാണൂ, എൻ്റെ CGPA നോക്കൂ, എൻ്റെ മാർക്ക് നോക്കൂ. നിങ്ങളാണ് അതാ, അങ്ങനെ വെച്ചിട്ടാണ്, നിങ്ങളുടെ കയ്യിലെ സ്കിൽസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ജോലി. ഈ കോളേജുകൾ തമ്മിലല്ല അടിക്കാൻ പോകുന്നത്, നിങ്ങളാണ് ജോബ് മാർക്കറ്റിൽ ആ വലിയ ക്യൂവിൽ വലിയ യുവജനങ്ങളുടെ ഇടയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ട ആൾ നിങ്ങളാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൻ്റെയൊക്കെ അപ്പുറത്തുള്ള സാധനം നിങ്ങൾ ഈ 4 ഇയേഴ്സ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻസും വളരെ സിമിലർ ആയിട്ടുള്ള കോളേജസ് തമ്മിലാണ്. ഇതിൽ ഏതെടുത്താലും സെയിം ആണ്, എഫക്റ്റ് ഒക്കെ സെയിം ആണ്. ഓക്കെ, അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് യുവർ 4 ഇയേഴ്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളെയൊക്കെ വളരെയധികം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾക്കൊക്കെ നല്ല കോളേജസും നല്ല ഭാവി ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. ചാർലിസ് ലിയോ സൈനിങ് ഓഫ് ഫ്രം M Sigma ഗോകുലം യൂട്യൂബ് ചാനൽ. ഇപ്പോൾ തൽക്കാലത്തേക്ക് വിടാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.